ബാർക്കോളിക്ക് അടുത്തുള്ള ഒരു ഗ്രാമപ്രദേശത്തിലെ ഒരു വീട് കാണുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത്. കരിമ്പൻ തോട്ടത്തിൻ്റെ നടുവിലായിട്ടാണ് ഈ വീട്. ഞങ്ങൾ ഈ വീടിൻ്റെ മുറ്റത്ത് എത്തുമ്പം തീ കത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചാണകവറളികൾ അവിടെ ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. മുറ്റത്തൊരു ചെറിയ എരുത്തിലുണ്ട്. ആ എരുത്തിൽ ഗീർ വിഭാഗത്തിൽപ്പെട്ട ഒരു പശു, അതിൻ്റെ കിടാവ് ഇവയൊക്കെ തന്നെയുണ്ട്. വീടിൻ്റെ സൈഡിലായിട്ട് ഒരു ചായ്പുണ്ട്. ഈ ചായ്പിൽ കുറച്ച് എരുമകളെ കെട്ടിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭിത്തിയും തറയും എല്ലാം തന്നെ മണ്ണും ചെളിയും ചാണകവും എല്ലാം കൂടി ചേർത്ത ഒരു മിശ്രിതം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മുകൾ ഭാഗം ഓടി മേഞ്ഞിട്ടുള്ളതാണ്. ഈ മിശ്രിതം ഇവര് എല്ലാ വർഷവും ഇതിൻ്റെ പുറത്ത് പിന്നെയും പൂശുകയും കൈകൊണ്ട് ഡിസൈൻ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ചെറിയ ഒരു 3 മുറികൾ, അടുക്കള. താഴെ ഇരുന്നാണ് ഈ അടുക്കളയിൽ ഇവർ പാചകം ചെയ്യുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങളുടെ സുഹൃത്ത് രാജീവിൻ്റെ പരിചയക്കാരനായിരുന്നു ആ വീടിൻ്റെ ഉടമസ്ഥൻ. शुगर फैक्ट्री में जाना वास्कोई शुगर फैक्ट्री बताओ से आई गुस्मे माड़ी पुरानी लागे वो मस्त गुस्मे माड़ी ए हो जाता അവർ അപ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ ആതിഥ്യ മര്യാദയ്ക്കനുസരിച്ച് ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കാൻ തന്നു. അതും എല്ലാം കുടിച്ചു. അതിൻ്റെ പരിസരമൊക്കെ തന്നെ ഞങ്ങൾ കറങ്ങി കാണുകയും ചെയ്തു. ഒരു വശത്ത് വലിയ ഒരു കരിമ്പിൻ തോട്ടം, മറ്റൊരു വശത്തൊരു മാന്തോട്ടം. അതേപോലെ തന്നെ അവരുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ ഒരു ചെറിയ പച്ചക്കറി തോട്ടം. ഇത്രയുമാണ് അവരുടെ ഒരു രീതി. സത്യത്തിൽ എനിക്ക് ആ സമയത്ത് ഒരു കാര്യം ഓർമ്മ വന്നത്, വികസനത്തിന്റെ വലിയ കാര്യങ്ങളാണ് ഗുജറാത്തിൽ എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയ്ക്ക് ദാരിദ്ര്യമുള്ള വീടുകളുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. പക്ഷെ രാജീവുമായിട്ട് സംസാരിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ആ വീടിന്റെ ഉടമസ്ഥന് ഒരു വർഷം ഏകദേശം 15 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ള തോട്ടങ്ങളാണുള്ളത്. അവര് ഈ ചെറിയ വീട്ടിൽ സംതൃപ്തിയോടുകൂടി താമസിക്കുന്നു, ജീവിക്കുന്നു. പക്ഷെ ഇവിടെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വ്യാപകമായിട്ട് വീടുകളും കാറുകളും കടം വാങ്ങിച്ച് കൂട്ടി കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ വികസനത്തിന്റെ ഭാഗമായിട്ട് തന്നെ കടത്തിന്റെ വികസനവും കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം ആ സമയത്ത് എനിക്ക് മനസ്സിലാകുകയുണ്ടായി.